എന്തെങ്കിലും ഒരു വിഷമം മനസ്സിൽ തട്ടിയാ അത് തന്നെ വിചാരിച്ചോണ്ടിരുന്ന മനസ്സിനും ശരീരത്തിനും ക്ഷീണം കൂടുകയുള്ളൂ. ഏട്ടത്തി ഒരു കാര്യം ചെയ്, എഴുന്നേറ്റ് വാ. അവൾ ഇവിടെ ഇരുന്നോട്ടെ. അതെന്താമ്മേ, ഏട്ടത്തെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ആവശ്യമുള്ളതുണ്ടല്ലേ വിളിക്കുന്നേ? ഇറക്കി വിട്ടാലും അണഞ്ഞു പോന്നല്ലടോ കണിമംഗല പരമേശ്വരന്റെ മക്കളുടെ കരുത്ത്. അത് താൻ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടാവും. കടന്നു പോടാ. അവിടെ നിക്ക്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളോട് എനിക്കൊരു പ്രതികാരവും തോന്നിയിട്ടില്ല. പക്ഷേ എന്റെ വരുണിനെയും എന്റെ ഏട്ടനെയും തെരുവിലിട്ട് കൈകാര്യം ചെയ്യാൻ തോന്നിയ നിങ്ങൾക്ക് വിളിച്ചത് ചെറിയച്ഛനെന്നാ. പ്രായം കൊണ്ട് കുറെ മുകളിലാ നിങ്ങള്. നിങ്ങൾക്ക് തരേണ്ടിയിരുന്നതാ നിങ്ങളുടെ മോന് ഞാനിപ്പോ കൊടുത്തത്. ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അവര് പറഞ്ഞില്ലേ അവര് കണിമംഗലം പരമേശ്വരന്റെ മക്കളാണെന്ന്. അവര് തിരിച്ചു വരും. നിങ്ങൾ തട്ടിപ്പറിച്ചതൊക്കെയും അവര് തിരിച്ചു പിടിക്കും. ഇറങ്ങുമ്പോ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. കണിമംഗലവും കണിമംഗലത്തിന്റെ ബിസിനസ്സും ഇവര് തിരിച്ചു പിടിച്ചിരിക്കും. അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാ ഇനി ഇവര് നടത്തുന്നത്. പോയിക്കോ. രാധികെ, നന്നായി മോളെ. അത്രയെങ്കിലും അവരെ മുഖത്തോക്കി പറയണമായിരുന്നു. ഏട്ടാ, അവര് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ഒരു വേഷത്തിലല്ല, പല വേഷത്തില്. മതിയായില്ലേ? എരുതിയിലിട്ട് രസിച്ചിട്ടും മതിയായില്ല എന്റെ മോളെ. എന്തു പാപ അവൾ ചെയ്തത്? പ്രാർത്ഥിച്ചതോ? നന്മയുടെ വഴിക്ക് മാത്രം നടന്നതോ? ചുറ്റുമുള്ളവരെ മുഴുവൻ സ്നേഹിച്ചതോ? എവിടെയാ എന്റെ മോൾക്ക് പഴിച്ചത്? എവിടെയെങ്കിലും ഒരു പച്ചപ്പ് കാണിച്ച് മുന്നോട്ട് നടത്തും.
എന്നിട്ട് അവൾ നടന്നടുത്തെത്തുമ്പോ അതങ്ങ് കരിച്ചു കളയും. ഇപ്പൊ തെരുവില എന്റെ മോള്, അറിയോ? ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് എവിടെയാ ചെന്നെത്തുന്നത്? പരാതിയുണ്ട് ഭഗവാനെ, ദേവനാരായണന് പരാതിയുണ്ട്. ഭഗവാനോട് പറഞ്ഞാൽ തീരാത്ത അത്രയും പരാതിയുണ്ട്. എല്ലാം മോളെ കുറിച്ചാ. പറയണ്ടേ യശോദേ? നമ്മുടെ സങ്കടം ഭഗവാനോടല്ലാതെ വേറെ ആരോടാ പറയാ? ദയവിട്ട് വന്നേ. ഇരിക്കു ദേവേട്ട. വെള്ളം കുടിക്കേ. വേണ്ട. കയ്യിനും കാലിനും ഒരു ബലം കിട്ടാത്ത പോലെ മനസ്സ് നേരെ നിൽക്കുന്നില്ല. മക്കളെ നമുക്ക് അന്വേഷിക്കാം. അവരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ ദേവേട്ട. അവിടെ നിന്നല്ലേ അവരെ പുറത്താക്കിയിട്ടുള്ളൂ. ഇവിടെ നിൽക്കാലോ നമ്മുടെ കൂടെ. ഞാൻ വിളിച്ചു പറയാം മോളോട്. കിട്ടുന്നില്ല. ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആരോട് ഇനിയൊന്നും സംസാരിക്കാനില്ലല്ലോ. സൂര്യ അവരെ കണ്ടോന്ന് അറിഞ്ഞൂടമ്മേ. പത്മിനി, ഇപ്പം നമുക്ക് ചെയ്യാവുന്നത് ഇറങ്ങിപ്പോയവരുടെ കഴിവിൽ വിശ്വസിക്കുക എന്നതാ. വരുൺ വല്ലാതെ തളർന്നിട്ടുണ്ട്. പക്ഷേ രാധിക മോളുടെ പെരുമാറ്റം എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. അവളുടെ ഒരു ആത്മവിശ്വാസം കണ്ടില്ലേ? അത് നമ്മുടെ മോന് കൂട്ടായിട്ട് വരും. അത് തന്നെയമ്മേ എന്റെ ഒരു ആത്മവിശ്വാസം. അയ്യോ, എന്താ എടുത്തി? സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഒരു വിഷമം മനസ്സിൽ തട്ടിയാ അത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന മനസ്സിനും ശരീരത്തിനും ക്ഷീണം കൂടുകയുള്ളൂ. എടുത്തി ഒരു കാര്യം ചെയ്, എഴുന്നേറ്റ് വാ. അവൾ ഇവിടെ ഇരുന്നോട്ടെ. അതെന്താമ്മേ, ഏട്ടത്തെ കൊല്ലാൻ കൊണ്ടുപോവാണോ? ആവശ്യമുള്ളതുണ്ടല്ലേ വിളിക്കുന്നേ?